ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വെറും 5 മിനിറ്റ് കൊണ്ട് പഴവും ഗോതമ്പ് പൊടിയും ഒക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കിഡിലൻ സ്നാക്കായിട്ടാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ നിമിഷ നേരം കൊണ്ട് ചായ ഒക്കെ ഒന്ന് തിളച്ച് വരുന്ന ആ ഒരു സമയം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈ ഒരു സ്നാക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്നൊന്ന് പെട്ടെന്ന് കണ്ടു നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 2 റോബസ്റ്റ പഴം പോലത്തെ പഴമാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഏത് പഴം വെച്ചിട്ട് വേണമെങ്കിലും ഉണ്ടാക്കാം. നേന്ത്രപ്പഴം ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണെന്ന് മാത്രം. അപ്പോൾ ഇതാ ഇവിടെ ഇപ്പോൾ റോബസ്റ്റ പഴമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാനൊരു മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്ക് ഈ 2 പഴം ചെറുതായിട്ട് അരിഞ്ഞിട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. നമുക്കിതൊന്ന് അരച്ചെടുക്കേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിതൊന്ന് ചെറുതായിട്ട് അരിയുന്നത്. അടുത്തത് ഇതിനകത്തോട്ട് ഞാനൊരു 2 ടേബിൾ സ്പൂണോളമുള്ള പഞ്ചസാര ചേർക്കുന്നുണ്ട്. അപ്പോൾ പഞ്ചസാര ഓപ്ഷണലാണ്. ഇപ്പം നമ്മൾ എടുക്കുന്ന പഴത്തിന് മധുരം ഉണ്ടെന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർക്കേണ്ട കാര്യമില്ല. ഇപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്ന പഴത്തിന് തീരെ മധുരമില്ല, അതുകൊണ്ടാണ് ഞാൻ അത്രയും ചേർത്തത് കേട്ടോ. അപ്പോൾ ഇനി ഇത് രണ്ടും കൂടെ മിക്സിയിൽ അന്ന് അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു പരുവം എന്ന് പറയുന്നത്. ശരിക്കും നല്ല എന്താ പറയുക, നല്ല കൊഴുത്താണ് ഇരിക്കുക. അതുപോലെ തന്നെ ഇച്ചിരി ലിക്വിഡ് ആയിട്ടാണ് ഇരിക്കുക താനും. ഇനി ഇതിനകത്തോട്ട് ഞാൻ ഒരു 2.5 ടേബിൾ സ്പൂണോളമുള്ള തേങ്ങ ചെരുവിയതും അതുപോലെ തന്നെ ഞാൻ ഇപ്പം 2 ടേബിൾ സ്പൂണാണ് ഇപ്പോൾ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നത്. ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ചേർക്കാം. അപ്പോൾ 2 ടേബിൾ സ്പൂണോളമുള്ള ഗോതമ്പ് പൊടിക്ക് പകരം നിങ്ങൾക്ക് മൈദയാണെങ്കിൽ ഉപയോഗിക്കാം. റവയുടെ ഒരു ഫ്ലേവറാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ റവയും ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഗോതമ്പ് പൊടി വെച്ചിട്ടാകുമ്പോഴത്തേക്കും കുറച്ചും കൂടെ ഹെൽത്തിയർ ആണ് എന്നുള്ളത് കൊണ്ട് മാത്രം ഗോതമ്പ് പൊടി ഞാൻ ചേർത്തതാണ്. അപ്പോൾ ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നമുക്കിതൊരിക്കലും ഒരു മാവിൻ്റെ ഒരു ചപ്പാത്തിക്കൊക്കെ മാവ് കുഴയ്ക്കുന്ന ഒരു കൺസിസ്റ്റൻസി അല്ല വേണ്ടത്. അല്പം കോരി ഒഴിക്കുന്ന പരുവാണ് വേണ്ടത്. ഇപ്പം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഏലക്കയാണ്. ഒരു ഏലക്കയുടെ കുരു നമുക്ക് ചതച്ചിട്ടോ പൊടിച്ചിട്ടോ ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനൊരു 1/4 ടീസ്പൂണോളമുള്ള ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിതൊന്ന് നന്നായിട്ട് ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കുമ്പോഴത്തേക്കും നന്നായിട്ട് വീർത്ത് വരാൻ വേണ്ടിയിട്ടും പിന്നെ ഉള്ളൊക്കെ നല്ല സോഫ്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ടും ഞാൻ അത്രയും ബേക്കിംഗ് സോഡ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ബേക്കിംഗ് പൗഡർ ആണെന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂണോളമുള്ള ബേക്കിംഗ് പൗഡർ ചേർക്കാം. എന്നിട്ട് നമുക്കത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ഈ ഒരു പരുവാണ് കേട്ടോ, നന്നായി കോരി ഒഴിക്കുന്ന ഒരു പരുവൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇത് നമുക്ക് 2 രീതിയിൽ ഉണ്ടാക്കാം. നമുക്ക് ഇതിനകത്ത് ഒന്നില്ലെങ്കിൽ നമുക്കിത് എണ്ണയിൽ വറുത്തെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഉണ്ണിയപ്പ ചട്ടിയിലാണെന്നുണ്ടെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇപ്പോൾ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 ടീസ്പൂണോളമുള്ള മഞ്ഞൾപ്പൊടിയാണ്. ഇത് തികച്ചും ഓപ്ഷണലാണ്. ഞാൻ ഒരു മഞ്ഞൾപ്പൊടിയുടെ ഒരു കുഞ്ഞൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടും മാത്രം ഒന്ന് ചേർത്ത് കൊടുത്തു എന്ന് മാത്രം ചേർക്കണം എന്നൊരു നിർബന്ധമില്ല കേട്ടോ. അപ്പോൾ അതാ ഞാൻ ഈ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതങ്ങനെയാണ് മാവിരിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കാം. അതിനായിട്ടൊരു പാത്രം വെച്ചിട്ടുണ്ട്. അതിനകത്ത് എണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്ക് എണ്ണ ഒരു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ചൂടാക്കാം. അതിനുശേഷം ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് വേണം നമ്മൾ ഈ ഒരു മാവ് കോരി ഒഴിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് സ്പൂൺ വെച്ചിട്ടും അല്ലെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഐസ്ക്രീമിൻ്റെ സ്കൂപ്പർ വെച്ചിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സ്കൂപ്പറും വെച്ചിട്ട് ഞാനൊന്ന് കോരി ഒഴിക്കുന്നുണ്ട്. അതൊക്കെ എങ്ങനെ വേണമെങ്കിലും എടുക്കാം. ഞാൻ ആദ്യമൊക്കെ സ്കൂപ്പർ എടുത്തതേ ഉള്ളൂ. മുന്നോട്ട് പോകുന്നതോറും ഞാൻ പിന്നീട് സ്പൂൺ വെച്ചിട്ടാണ് കോരി ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് എത്ര വേണമെങ്കിലും ഇതിനകത്ത് നമ്മുടെ പാത്രത്തിൻ്റെ കപ്പാസിറ്റി അനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇത് ക്ലിയർ ആയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരെണ്ണം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ നമുക്കിതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന കയ്യിൽ വെച്ചിട്ട് അല്പം ആ ചൂടുള്ള എണ്ണ ഒന്ന് മേലെ കോരി ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നെ കാണാൻ പറ്റും, ഇത് വീർത്ത് വരുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഇത് നല്ല ഉള്ളൊക്കെ നന്നായിട്ട് തന്നെ സോഫ്റ്റായിട്ട് തന്നെയാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു നിറമൊക്കെ നല്ലൊരു ഗോൾഡൻ കളർ, അതായത് ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോഴത്തെ ഒരു കളറുണ്ടല്ലോ, ആ കളറ് കിട്ടുന്നത് വരെ നമുക്കിതൊന്ന് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുക്കാം. ഇതാ നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഭംഗിയല്ലേ കാണാനായിട്ട്, നല്ലൊരു ഓവൽ ഷേപ്പിൽ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ ഇത് എടുത്ത് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ഞാൻ ഈ സ്കൂപ്പറിൽ ഇടുമ്പോഴത്തേക്കും അതിന് ഈ ഒരു ഷേപ്പാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ അത് ഉള്ളൊക്കെ നല്ല വീർത്തിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. കാണാനും ഒക്കെ നല്ല ഭംഗിയാണ്, കഴിക്കാൻ അതിലേറെ രുചിയാണ്. അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ ഒന്ന് വറുത്തെടുത്തിട്ട് വരാം. അപ്പോൾ അതാ ഞാൻ എല്ലാം വറുത്തെടുത്ത് വന്നിട്ടുണ്ട്. നല്ല സ്വാദുള്ള ഈ ഒരു സ്നാക്ക് നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. 5 മിനിറ്റ് പോലും വേണ്ട ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. നമ്മൾ പഴവും പഞ്ചസാരയൊക്കെ കൂടെ ഒന്ന് മിക്സിയിൽ നിന്ന് അടിച്ചെടുക്കുക. അതിനുശേഷം ഈ പറഞ്ഞ പോലെ ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡർ ചേർക്കുക. അതിനുശേഷം ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാനായിട്ട് അധികം സമയമൊന്നും വേണ്ട. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിൻ്റെ സോഫ്റ്റ്നെസ് എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിക്കാം.
അപ്പോൾ അതാ ഞാൻ ഇങ്ങനെയാണ് പുറമേക്ക് ഇരിക്കുന്നത്. നല്ല ക്രിസ്പിയൊക്കെയാണ്, അതിൻ്റെ ആ ഒരു അരുവൊക്കെ ക്രിസ്പി ആയിട്ടും ഉള്ളൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുമാണ് ഇരിക്കുന്നത്. പിന്നെ ഇതിൽ കുറച്ചും കൂടെ മാറ്റം വരുത്താനായിട്ട് നിങ്ങൾക്ക് കശുവണ്ടിയൊക്കെ ആണെങ്കിൽ ആഡ് ചെയ്യാവുന്നതൊക്കെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.